ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മൺഡേ പാക്കായിട്ട് ഇറ്റാലിയൻ ലീഗ് 25-26 സീസൺ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ ലീഗിലെ പ്ലേയേഴ്സാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിമാർക്കോ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നിക്കോ പയസ് വന്നിട്ടുണ്ട്, അതുപോലെ നമ്മൾ മോഡ്രിച്ച് വന്നിട്ടുണ്ട്. ഡിമാർക്കോ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ സ്കില്ല് നോക്കുകയാണെങ്കിൽ എഡ്ജർ ക്രോസിങ്ങും ഫിനോമിനൽ പാസും ആണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ നിക്കോ പാസ് റയൽക്ക് വരാൻ നിൽക്കുന്ന താരമാണ്, ഒരു അടിപൊളി താരമാണ്, ഹോൾ പ്ലേക്കാറായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു അറ്റാക്കിങ്ങും സെക്കൻഡ് സ്ട്രൈക്കർ ആ ഭാഗത്ത് നമുക്ക് എല്ലായിടത്തും കളിപ്പിക്കാം. മിഷനറി പാസ് പ്ലസ് ഫിനോമിനൽ പാസ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ റയലിൻ്റെ മോഡ്രിച്ച്, ഇപ്പോൾ റയലല്ല എല്ലാവർക്കും അറിയാം, മോഡ്രിച്ച് വന്നിട്ടുള്ളത് ഓർക്കസ്ട്രേറ്റർ ആയിട്ടാണ്, മാഗ്നറ്റിക് ഫീറ്റ് പ്ലസ് അറ്റാക്കിങ് ട്രിഗറും വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മോഡ്രിച്ചും മാർക്കൊക്കെ അടിപൊളിയാണ്, നിക്കോ പാസ് അടിപൊളിയാണെന്ന് തന്നെ പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോയിൻ സേവ് ചെയ്ത് വെച്ചവരാണെങ്കിൽ ആരും ഈ പാക്ക് കറക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കോയിൻ സേവ് ചെയ്ത് വെച്ചവർ ഈ പാക്ക് കറക്കി കഴിഞ്ഞാൽ വേൾഡ് കപ്പിന് തീരെ കോയിൻ ഉണ്ടാവില്ല. അപ്പോൾ ഇവരെന്തായാലും ഇനി വന്ന പാക്കുകൾ തന്നെ കുറേ കൊണ്ടുവരും നമ്മളെ കോയിൻ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും കോയിൻ സേവ് ചെയ്ത് വെക്കുക, വേൾഡ് കപ്പിൽ നല്ല അടിപൊളി പാക്കുകൾ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഇപ്പോൾ കോയിൻ സേവ് ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ കോയിൻ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ മണ്ട പാക്കാരെങ്കിലും കറക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ബൈ.